ഈ 10 വർഷം വരെ അവർ സൈലൻ്റ് ആയിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന് സാധ്യതയുണ്ടോ, ഇനി എത്ര തലകൾ ഉരുളും എന്നുള്ളൊരു സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട് കേട്ടോ. അന്നത്തെ 10 വർഷം മുൻപുള്ള BJPയും സംഘപ്രസ്ഥാനങ്ങളും അല്ല ഇന്ന് കേരളത്തിലെ BJPയും സംഘപ്രസ്ഥാനം. CPMന്റെ പാർട്ടി കോട്ടകൾക്കകത്ത് എതിർവാക്കില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പിണറായി വിജയൻ ധർമ്മടത്ത് ജയിച്ചത് തന്നെ മുട്ടിടിച്ചിട്ടാണ്. സൈബർ ഇടങ്ങളിൽ അവർ ആ ചോരയുടെ കണക്ക് ചോദിക്കും എന്ന് ഇപ്പോഴും പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പോരാളി ഷാജിമാർ അങ്ങനെ ചോരയ്ക്ക് ചോര ചോദിക്കണമെങ്കിൽ പകരത്തിന് പകരം ചോദിക്കണം. സ്വന്തം സഹപ്രവർത്തകന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തയാളിനോട് പകരം ചോദിക്കണം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കണ്ണടച്ച് കുത്തിയാലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്ത് പഠിച്ചിരുന്ന ഒരു ഗ്രാമത്തിനകത്ത് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ ഒരാൾ ജയിച്ചു കയറണം. നിങ്ങൾ കുലം കുത്തിയെന്ന് വിളിച്ചു, വർഗവഞ്ചകനെന്ന് വിളിച്ചു. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ പോലെ ഒരു സൗമ്യമുഖം പരാജയപ്പെട്ടു. എങ്ങനെ പരാജയപ്പെട്ടു? പാർട്ടി അണികൾ അവർ വിശ്വസിപ്പിച്ചത് എന്താണ്? കേസിന് ഫണ്ട് വാങ്ങിയത് എങ്ങനെയാണ്? ഈ പാർട്ടിയെ ചതിച്ച ഒറ്റുകാരനാണ് TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞല്ലേ വാങ്ങിയത്. താരകം ആലേഖനം ചെയ്ത വെള്ളക്കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് SFIക്ക് സിന്ദാബാദ് വിളിച്ച അഭിമന്യുവിന്റെ നെഞ്ചിൽ കത്തി ആഴ്ത്തി ഇറക്കിയ SDPIക്കാരന്റെ മുന്നിൽ ചെന്ന് ഒരു കേവലമായ ഇലക്ഷൻ വിജയിക്കാൻ വോട്ടിന് വേണ്ടി അവനോട് സന്ധി ചെയ്തവന് അവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കമലേശ്വരം പോലെ, അമ്പലത്തറ പോലെ, പുത്തമ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിൽ പോലും CPMന്റെ വോട്ട് എന്തുകൊണ്ടാണ് കുറഞ്ഞത്? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനും അല്ലാതെ ആർക്കെങ്കിലും ഈ പാർട്ടി 10 വർഷം അധികാരത്തിലിരുന്നത് കൊണ്ട് ഗുണമുണ്ടായി? പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമരത്തിലാണ് പുഷ്പൻ വെടിയേറ്റ് കിടക്കുന്നത്. ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആരാ ഭരിക്കുന്നത്? വളരെ വിദ്യാഭ്യാസ വിചക്ഷണനായ മനുഷ്യനെ SFIക്കാര് കോവളത്ത് വെച്ച് ചെകിട്ടത്തടിച്ചു. എന്തിനാ അടിച്ചത്? നമസ്കാരം. ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ പോയി നല്ലൊരു ഫേസായി നിൽക്കുന്നു എന്ന് ഇങ്ങനെ പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അപ്പം എന്ത് നന്ദുവിനോട് ചോദിച്ചാലും നന്ദുവിന് മറുപടി ഉണ്ടാവും. കാര്യം ഞാൻ ചർച്ചകൾ കേട്ടിട്ടുണ്ട്. അതല്ല, ഈ ജനസഭ ജനൻ TV നടന്ന ജനസഭയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് തിരിച്ചതേ രീതിയിൽ മറുപടി പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ആശങ്കയാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്നെപ്പോലെ സാധാരണ ആൾക്കാർക്കുള്ള ചില ആശങ്കകളാണ്. കേരളത്തിൽ നമ്മൾ പല സമയത്ത് ഈ അക്രമ രാഷ്ട്രീയം കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ നടന്നത്. ഈ സമയത്ത് എന്ത് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ CPM തീർന്നു, പക്ഷേ തൊട്ടടുത്ത ദിവസം മുതൽ അവർ കയറി അടിക്കാനൊക്കെ തുടങ്ങി പലർത്തും. എന്നുവെച്ചാൽ ഈ 10 വർഷം വരെ അവർ സൈലൻ്റ് ആയിരുന്നു. ഇനി ചിലപ്പോൾ കണ്ണൂർ അങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയത്തിന് സാധ്യതയുണ്ടോ, ഇനി എത്ര തലകൾ ഉരുളും എന്നുള്ളൊരു സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട് കേട്ടോ. CPM കണ്ണൂരിൽ തകർന്നതുപോലെ കേരളത്തിൽ എവിടെയും മറ്റൊരു പാർട്ടിയും തകർന്നത് ഞാൻ കണ്ടില്ല. കാരണം ഈ ഇലക്ഷൻ തുടങ്ങുമ്പോൾ CPMന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ പരാജയം എന്ത് എന്ന് ചോദിച്ചാൽ, CPM പോലൊരു കേഡർ സംഘടനയിൽ, CPM പോലെ ഉള്ളൊരു ആശയ അടിത്തറ ഉണ്ടായിരുന്നൊരു സംഘടനയിൽ 2 പേർ CPMനെ വെല്ലുവിളിച്ച് CPMന്റെ കോട്ടയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് CPM തകർന്നുപോയി. അങ്ങനെ തകർന്നൊരു പാർട്ടിക്ക് ആദ്യം സ്വന്തമായിട്ട് എണീറ്റ് നിന്നാലല്ലേ മറ്റൊരുത്തിന്റെ ദേഹത്ത് കുതിരയേറാൻ പറ്റുള്ളൂ. അതിനുള്ള ആരോഗ്യം ഇന്ന് എന്തായാലും CPMന് തൽക്കാലം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അന്നത്തെ 10 വർഷം മുൻപുള്ള BJPയും സംഘപ്രസ്ഥാനങ്ങളും അല്ല ഇന്ന് കേരളത്തിലെ BJPയും സംഘപ്രസ്ഥാനങ്ങളും. ഇന്ന് 3 MLAമാരാണ് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായി നമുക്കങ്ങനെ പറയാം. പക്ഷെ BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ജനകീയ അടിത്തറ, ആ അടിത്തറയൊക്കെ CPM ഏറെ ഭയപ്പാടോടുകൂടിയാണ് നോക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. പിന്നെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇന്ന് CPMന്റെ നേതാവ് ആരാ? CPMന്റെ നേതൃത്വം ആരാണ്? CPMന്റെ നേതാവില്ല. നിങ്ങൾ നോക്കൂ, പണ്ടൊക്കെ ഇപ്പം ഞങ്ങളുടെയൊക്കെ ബലിദാനികൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു 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 കനലെരിയുന്നത് പോലെ എരിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലുള്ള ആളുകളാണ് ഞങ്ങളുടെ ബലിദാനികൾ. അവരുടെയൊക്കെ കുടുംബങ്ങളെ ഇന്നും സംഘടന സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും സംഘടന എന്ന് പറയുന്ന ഒരു കുടുംബം അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട്. നിങ്ങൾ രഞ്ജിത്ത് ശ്രീനിവാസേട്ടൻ്റെ മരണത്തിന് ശേഷം രഞ്ജിത്ത് ശ്രീനിവാസേട്ടൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എടുക്കാതെ. മറ്റു പലർക്കും അങ്ങനെ ഒരു അക്സസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. പക്ഷേ അത്തരത്തിൽ സംഘടന എന്ന് പറയുന്ന കുടുംബമാണ് അവരെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ബലിദാനികൾ, ഒരു ബലിദാനി ധൻരാജ് എന്ന് പറയുന്ന അവരുടെ ഒരു രക്തസാക്ഷി, ആ രക്തസാക്ഷി മരണപ്പെട്ടതിൻ്റെ പിറ്റേന്ന് ആ രക്തസാക്ഷിയുടെ പടം അച്ചടിച്ചിട്ടുള്ള, ആദരാഞ്ജലികൾ അച്ചടിച്ചിട്ടുള്ള ദേശാഭിമാനി പത്രത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മകനെ കിടത്തിയിട്ട് ആ ഫോട്ടോ എടുത്ത് രക്തസാക്ഷി ഫണ്ട് പിരിച്ച് ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞ് പിരിച്ച ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരിയവനെ സംരക്ഷിച്ച CPMന് എന്നോ CPMന്റെ ചരിത്രപരമായിട്ടുള്ള അടിത്തറ നഷ്ടപ്പെട്ടു. ഇനി പയ്യന്നൂരിലെ വിജയം കാണിക്കുന്ന ഒരു കാര്യം, കേഡറുകൾ CPMനെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ CPMന് ഇനി ഗുണ്ടാസംഘങ്ങളാണുള്ളത്. ആ ഗുണ്ടാസംഘങ്ങളും അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ഈ ഗുണ്ടാസംഘങ്ങൾക്കും ഉള്ളൊരു ശക്തി സ്വാഭാവികമായിട്ടും
ക്ഷയിക്കുമല്ലോ. ആ ക്ഷയം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് RSSകാരൻ മരണപ്പെടേണ്ടവനാണെന്ന് CPM പറഞ്ഞാൽ CPMന്റെ പാർട്ടി കോട്ടകൾക്കകത്ത് എതിർവാക്കില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പിണറായി വിജയൻ ധർമ്മടത്ത് ജയിച്ചത് തന്നെ മുട്ടിടിച്ചിട്ടാണ്. ആ പിണറായി വിജയനെ കൊണ്ട് ഇനി അങ്ങനെ ഒരു അക്രമത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ പോരാളി ഷാജിമാർ ഒരുപാട് പേരുണ്ട്, ഇപ്പോഴുണ്ട്. സൈബർ ഇടങ്ങളിൽ അവർ വൻ ആക്റ്റീവാണ്. അവർ ഇപ്പോഴും ചോരയ്ക്ക് ചോര, സൈബർ ഇടങ്ങളിൽ അവർ ആ ചോരയുടെ കണക്ക് ചോദിക്കും എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ആശങ്കയ്ക്ക് കാരണം. അങ്ങനെ അത് ഈ സൈബർ പോരാളികൾ ഇപ്പോഴും. ചോദിക്കട്ടെ, ഈ പോരാളി ഷാജിമാർ അങ്ങനെ ചോരയ്ക്ക് ചോര ചോദിക്കണമെങ്കിൽ, പകരത്തിന് പകരം ചോദിക്കണമെങ്കിൽ, സ്വന്തം സഹപ്രവർത്തകന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തയാളിനോട് പകരം ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇടയ്ക്ക് പോരാളി ഷാജി ഒന്ന് മാറി ചവിട്ടിയതാണ്. പോരാളി ഷാജി എന്നല്ലെന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സംഘടന, അത് ഏത് സംഘടനയായാലും, ഒരു രാഷ്ട്രീയ സംഘടന മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ആശയം ഉണ്ടാവും. ആ ആശയവും ആദർശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തകന്മാർ ഒരു കുടുംബമായി മാറുമ്പോഴാണ് ഒരു സംഘടന മുന്നോട്ട് പോകുന്നത്. ആ കുടുംബം അവനെ കൈവിടുമ്പോൾ, അല്ലെങ്കിൽ ആ കുടുംബം അവനെ ചതിക്കുമ്പോൾ, ആ ആദർശം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇന്ന് CPMനുണ്ടായിട്ടുള്ള അന്തഛിദ്രം അത്ര വലുതാണ്, ചെറുതല്ല. CPMന്റെ ഒരു കാലത്ത് നിങ്ങൾ കേൾവിയെങ്കിലും ഉണ്ട്, CPMന്റെ ഏതെങ്കിലും ഒരു ഏരിയ ഭാരവാഹിയായിരുന്നയാൾ രാജിവെച്ച് CPMനെതിരായി, അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിനെതിരായി മത്സരിക്കുന്ന ഒരു ചരിത്രം നിങ്ങൾ ഈ കേരളത്തിലെ കഴിഞ്ഞ 50 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിനിടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ കേട്ടിട്ടുണ്ട്, ഞാനില്ല എന്ന് പറയുന്നില്ല. കോൺഗ്രസ് അങ്ങനെയൊക്കെ സംഭവിച്ചു. CPMൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ പരാജയപ്പെട്ടോ? ഇല്ല, ജയിച്ചു. അവർ എവിടെയാണ് മത്സരിച്ചത്? പാർട്ടിയുടെ തട്ടകത്തിലാണ് മത്സരിച്ചത്. പാർട്ടിക്ക് ശക്തിയുള്ളിടത്താണ് മത്സരിച്ചത്. പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിന് ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന ഏത് കുറ്റിച്ചൂലിനെ കൊണ്ടുവന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിർത്തിയാലും ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നിടത്ത് CPM പരാജയപ്പെട്ടു. അതെ അതെ, അത് ചെറിയ കാര്യമാണോ? ജി സുധാകരൻ നമുക്ക് തെക്ക് വിചാരിക്കാം. ഞാൻ കണ്ണൂരിനെ പിന്നീടാ പറയുന്നത്. PK ശ്യാമള CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ച സീറ്റിൽ. ഇതൊന്നും ചെറിയ നമ്പറും ചെറിയ ആളുകളും അല്ലെന്ന്, വലിയ തിമിംഗലങ്ങളാണ്. അതായത് ചെങ്കോല് വയ്ക്കാത്ത, കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാണ് ഞങ്ങളെന്ന് വിചാരിച്ചിരുന്നവരെ എങ്ങനെയാണ് ആ പാർട്ടിക്കകത്ത് സഖാക്കന്മാർ തന്നെ മുട്ടുകുത്തിച്ചത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചതിന്റെ മനസ്സിലായി. ഈ പാർട്ടി ഗ്രാമങ്ങളുണ്ട് അവിടെ. ഇപ്പോ ഒരു പാർട്ടി ഗ്രാമത്തിന് അപ്രസക്തമായി കൊണ്ടാണ് പാർട്ടി ഇല്ലെന്ന് കണ്ണൂരിൽ. നിങ്ങൾ പാർട്ടി ഗ്രാമത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, എവിടെ പാർട്ടി? എവിടെ? കണ്ണൂരിൽ പാർട്ടി എവിടെ? തൃക്കരിപ്പൂരിൽ പാർട്ടി എവിടെ? CPIM എവിടെ? പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ പോലെ ഒരു സൗമ്യമുഖം പരാജയപ്പെട്ടു. എങ്ങനെ പരാജയപ്പെട്ടു? എവിടെ പാർട്ടി? എവിടെ? ഞാൻ പാർട്ടി എവിടെയെന്നാ ചോദിക്കുന്നത്. ഞാൻ സീറ്റ് ചോദിക്കുന്നില്ലെന്ന്, ഞാൻ പാർട്ടി എവിടെന്നാ ചോദിക്കുന്നത്. പാർട്ടി ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളൂ. പാർട്ടി എവിടെ? 2 സ്വതന്ത്രന്മാർ സ്വതന്ത്ര ചിഹ്നത്തിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കണ്ണടച്ച് കുത്തിയാലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്ത് പഠിച്ചിരുന്ന ഒരു ഗ്രാമത്തിനകത്ത് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ ഒരാൾ ജയിച്ചു കയറണം. നിങ്ങൾ കുലം കുത്തിയെന്ന് വിളിച്ചു, വർഗവഞ്ചകനെന്ന് വിളിച്ചു, നിങ്ങൾ മറ്റേ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ട് കെട്ടാൻ പോയവനാണെന്ന് വിളിച്ചു, അയാളുടെ വീട് ആക്രമിച്ചു, അയാളുടെ കൂടെ നടന്നവരെ ആക്രമിച്ചു, അയാളുടെ കൂടെ പാർട്ടി പുസ്തക പ്രകാശനത്തിൽ ചെന്ന് വേദിയിലിരുന്നതിന്റെ പേരിൽ വരെ നിങ്ങൾ ആക്രമണം നടത്തി. എവിടെ പാർട്ടി? എവിടെ ഈ പാർട്ടി? നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, പോരാളി ഷാജിമാർ പറയുന്നു ഈ പാർട്ടിയെ നിനക്കറിയില്ല. എവിടെ? അതെവിടെ? ആ പാർട്ടി എവിടെ? ബംഗാളിൽ എങ്ങനെ അസ്തമിച്ചു? ത്രിപുരയിൽ എങ്ങനെ അസ്തമിച്ചു? അതുപോലെ കണ്ണൂരിൽ പാറപ്പുറത്ത് ജനിച്ച ഈ പാർട്ടി കണ്ണൂർ ജില്ലയിൽ അസ്തമിച്ചില്ലേ? അതിനപ്പുറം ഇനി എവിടെ? ഈ ടി പി ചന്ദ്രശേഖരന്റെ പദം ഇപ്പൊ ഇതുപോലെ ഒരു, എനിക്ക് തോന്നുന്നു ഒരുപാട് പേരിപ്പം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചു. അന്നേ TP അത് മനസ്സിലായി ഈ പാർട്ടി എന്താണെന്ന്, പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. TP മാറി. ആ മനുഷ്യനെ 51 വെട്ടി കൊന്നു. ഇനി ഇവിടെ കൊല്ലാൻ ആളില്ല എന്ന് തന്നെയാണ് നന്ദു വിശ്വസിക്കുന്നത്. അല്ല, കൊല്ലാൻ ആളില്ലെന്നല്ലെന്നേ. കൊല്ലണമെങ്കിൽ അന്ന് അവർ കൊല്ലിച്ചത് എങ്ങനെയാണ്? TP ചന്ദ്രശേഖരനെ എങ്ങനെ കൊല്ലിച്ചേ? അയാൾ ഈ പ്രസ്ഥാനത്തിന്റെ വർഗവഞ്ചകനാണെന്ന് പറഞ്ഞാണ് കൊല്ലിച്ചത്, അല്ലേ? പാർട്ടി അണികൾ അവർ വിശ്വസിപ്പിച്ചത് എന്താണ്? കേസിന് ഫണ്ട് വാങ്ങിയത് എങ്ങനെയാണ്? ഈ പാർട്ടിയെ ചതിച്ച ഒറ്റുകാരനാണ് TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞല്ലേ വാങ്ങിയത്. അതെ. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷിയായി എന്ന് അവര് തന്നെ പറയുന്നു. ധൻരാജിന്റെ കുടുംബത്തെ വഞ്ചിച്ചവനെ എങ്ങനെ വിളിക്കും? ഇതെന്റെ ചോദ്യമല്ലേ? ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് മറുപടി പറയണ്ടേ? തീർച്ചയായിട്ടും. ധൻരാജിന്റെ മകനെ ആ ദേശാഭിമാനി പത്രത്തിൽ കിടത്തി, സ്വന്തം അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്ന ആ പത്രത്തിന്റെ മുകളിൽ കിടത്തി പടം എടുത്ത് അതിന്റെ പേരിൽ പണം പിരിച്ചിട്ട് അതിൽ നിന്ന് കൈയിട്ട് വാരിയവനെ ഏത് പേരിട്ടാണ് CPM വിളിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾക്ക് അതറിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്തോ ചെയ്തു,
നിങ്ങൾ ആ പണം പിരിച്ചു, നിങ്ങൾ മുട്ടടിച്ചോ, എന്തോ ചെയ്തു. ഇവിടെ തിരുവനന്തപുരത്ത് ഇതേപോലെ ഒരു രക്തസാക്ഷിയുടെ സഹോദരൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ പേരിൽ പിരിച്ച പണം ഇവിടുത്തെ ഏരിയ സെക്രട്ടറി വീട്ടിൽ കൊണ്ടുപോയി എന്ന് നടപടി എടുത്തു. എവിടെ? അതാണ് എൻ്റെ ചോദ്യം. അവിടെയാണ്. എവിടെ പാർട്ടി? എവിടെ? ഈ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെയാണോ അവർ പറഞ്ഞിരുന്നത്? ഈ പാർട്ടി ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെയാണ് നമ്മുടെ ചോദ്യം. ഞാൻ ചോദിക്കുന്നതല്ലേ ഇവിടുത്തെ സാധാ സിപിഎംകാർ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇനി അതെല്ലാം പോട്ടെ ചേട്ടാ, ഞാൻ നേമത്ത് തെരഞ്ഞെടുപ്പ്, നിങ്ങൾ ജനസഭ കണ്ട ആളാണെങ്കിൽ നേമത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ വി ശിവൻകുട്ടി താക്കോലും പൂട്ടും ഒക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, വി ശിവൻകുട്ടി അവിടെ നാണം കെട്ട് പരാജയപ്പെടും. നാണം കെട്ട് പരാജയപ്പെടും. നാണം കെട്ട് പരാജയപ്പെടുക മാത്രമല്ല, നിങ്ങൾ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നല്ലവരായിട്ടുള്ള CPM-കാർ ഞങ്ങൾ വോട്ട് ചെയ്യും. 2900 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മുടവൻമുകൾ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി കിട്ടിയത്. 2900, അതായത് ഏതാണ്ട് 3000 വോട്ട് ഭൂരിപക്ഷം. ഇത്തവണ അവിടെ ലീഡ് ചെയ്ത് തരാം ഭാരതീയ ജനതാ പാർട്ടിയാണ്. താമര ചിഹ്നത്തിലാണ് ജയിച്ചത്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? ഏതാണ്ട് 500 വോട്ടിന്റെ ഭൂരിപക്ഷം. അപ്പോൾ ആരാ പരാജയപ്പെടുത്തിയത്? ശിവൻകുട്ടിയെ. എന്തുകൊണ്ടാണ് ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയത്? ചേട്ടാ, ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കാൻ ഒരു പ്രവർത്തകൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനിയാവാൻ ഒരു പ്രവർത്തകൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ, അവൻ ആ സംഘടനയോട്, ആ പ്രസ്ഥാനത്തിന്റെ ആശയത്തോട് എത്രത്തോളം കമ്മിറ്റഡ് ആയിരിക്കും. മഹാരാജാസ് കോളേജിന്റെ ഇടനാഴിയിൽ നിന്ന് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച്, ആ ചെന്താരകം ആലേഖനം ചെയ്ത വെള്ളക്കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് SFIക്ക് സിന്ദാബാദ് വിളിച്ച അഭിമന്യുവിന്റെ നെഞ്ചിൽ കത്തി ആഴ്ത്തി ഇറക്കിയ SDPI-കാരന്റെ മുന്നിൽ ചെന്ന് ഒരു കേവലമായ ഇലക്ഷൻ വിജയിക്കാൻ വോട്ടിന് വേണ്ടി അവനോട് സന്ധി ചെയ്തവന് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും. ഈ നിയമത്തുണ്ടായത് SDP ഒരു അലയൻസ് ഉണ്ടായിരുന്നിട്ട് പോലും എങ്ങനെ എന്താ ജയിക്കാത്തത്? എന്താ കമലേശ്വരം പോലെ, അവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കമലേശ്വരം പോലെ, അമ്പലത്തറ പോലെ, പുത്തമ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിൽ പോലും CPM-ന്റെ വോട്ട് എന്തുകൊണ്ടാണ് കുറഞ്ഞത്? അയാളിപ്പോ ചോദിക്കുന്നില്ല കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നത്. CPM-ന്റെ വോട്ട് എന്തുകൊണ്ടാണ് കുറഞ്ഞത്? കഴിഞ്ഞ തവണ എത്രയാ CPM-ന്റെ വോട്ട്? ഇപ്പൊ എത്രയാ CPM-ന്റെ വോട്ട്? നിങ്ങൾ പരിശോധിച്ചു? അപ്പോ യഥാർത്ഥ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ പൊട്ടന്മാരും മണ്ടന്മാരുമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അത് അവരവരുടെ വിഡ്ഢിത്തരാണ്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യം അവർ ചൂണ്ടുവിരലിൽ മഷി തേച്ച് അത് നമ്മുടെ മുൻപാകെ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും ഇനി കണ്ണൂര് പഴയതുപോലെ തിളയ്ക്കാൻ പറ്റില്ല. അതിന് ആളില്ല കേട്ടോ. ആളില്ലാത്ത സ്ഥലത്ത് പ്രസ്ഥാനമില്ലെന്ന്. പ്രസ്ഥാനമില്ല. പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞല്ലേ, ഈ ചെങ്കൊടി കാട്ടിയിട്ടല്ലേ, ഈ മുദ്രാവാക്യം വിളിപ്പിച്ച് രക്തം ചൂടാക്കിയിട്ടല്ലേ പാവങ്ങളായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇവിടെ സാധാരണക്കാരന്റെ ചോര വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനും അല്ലാതെ ആർക്കെങ്കിലും ഈ പാർട്ടി 10 വർഷം അധികാരത്തിൽ ഇരുന്നത് കൊണ്ട് ഗുണമുണ്ടായോ? ഏതെങ്കിലും ഒരു സാധാരണപ്പെട്ട CPM പ്രവർത്തകന്? അവന്റെ മക്കളൊക്കെ DYFIക്ക് സിന്ദാബാദ് വിളിച്ച്, SFIക്ക് സിന്ദാബാദ് വിളിച്ച്, അഭിമന്യുവിനെ പോലെ കത്തി കുത്തിയിറങ്ങി മരിക്കുകയും, അതുപോലെ കൈയും കാലും ഒക്കെ അടിച്ചൊടിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും കേസുകളുടെ ഭാരവുമായിട്ട് കോടതികൾ നിരങ്ങുകയും ചെയ്തപ്പോൾ പിൻവാതിലൂടെ MLA-മാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ഭാര്യമാർക്കും സഹോദരിമാർക്കും മക്കൾക്കും നിങ്ങൾ നിയമനം കൊടുത്തു. ഈ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ? പുഷ്പനെ അറിയാമോ? പുഷ്പനെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചല്ലോ. ആ പുഷ്പൻ മരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമരത്തിലാണ് പുഷ്പൻ വെടിയേറ്റ് കിടക്കുന്നത്. ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആരാ ഭരിക്കുന്നത്? ഇന്ന് സഹകരണ മേഖലയിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരിക്കാൻ മുന്നിൽ നിൽക്കുന്ന പാർട്ടി ആരാ? ഏത് പ്രസ്ഥാനമാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മറ്റ് രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ സ്വകാര്യ മേഖലകളിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സബ്മിറ്റ് നടത്തിയപ്പോൾ UDF സർക്കാരിന്റെ കാലത്ത് TP ശ്രീനിവാസൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രമുഖനായിട്ടുള്ള അംബാസിഡർ ആയിരുന്ന മനുഷ്യൻ, വളരെ വിദ്യാഭ്യാസ വിചക്ഷണനായ മനുഷ്യനെ SFIക്കാര് കോവളത്ത് വെച്ച് ചെകിട്ടത്തടിച്ചു. എന്തിനാ അടിച്ചത്? സ്വകാര്യ മേഖലയിലേക്ക് വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അടിച്ചത്. ഇന്ന് പിണറായി വിജയൻ ചെയ്തപ്പോൾ എന്തുകൊണ്ടാ പിണറായി വിജയന്റെ ചെകിട്ടത്തടിക്കാത്തത്? ആദർശം നഷ്ടപ്പെട്ടു, ആശയം നഷ്ടപ്പെട്ടു. സാധാരണക്കാരന്റെ പാർട്ടിയല്ല ഇന്ന് CPM. ഇന്ന് കുത്തക മുതലാളിമാരുടെ, ഇടനിലക്കാരുടെ, ദല്ലാളന്മാരുടെ, അഴിമതിക്കാരുടെ, സ്വജനപക്ഷപാതികളുടെ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പാർട്ടിയായി CPIM എന്ന് പറയുന്ന പാർട്ടി മാറി. ഇതല്ലെന്ന് അവർ തെളിയിക്കട്ടെ.
തീർച്ചയായിട്ടും ഇനിയൊരു അംഗത്തിന് ഇവർക്ക് ബാല്യമില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഞാൻ അത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ബംഗാളിലും പരാജയത്തിന് മുൻപ് ഇവർ ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്. അതെ, ത്രിപുരയിലും പരാജയത്തിന് മുൻപ് ഇവർ ചെയ്തതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലും പരാജയത്തിന് മുൻപ് ഇവർ ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്. അവിടെയൊക്കെ ഇവരെ പരാജയപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടത് അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുവന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള ഉത്തമമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്.